നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. കേരള ചരിത്രത്തിൻ്റെ ഇതിഹാസ ഏടുകളിൽ വീരയോദ്ധാക്കളുടെ കഥകൾ ഉറങ്ങുന്ന നാടാണ് കടത്തനാട്. കളരി പരമ്പരയുടെ തറവാട്ട് മഹിമയിൽ കടത്തനാട് എന്നും കീർത്തി മുദ്ര പതിപ്പിച്ച് നിലകൊള്ളുമ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി ആർദ്രസ്നേഹത്തിൻ്റെ ക്രിസ്തീയ കാഴ്ചപ്പാടുകളുമായി ഇവിടേക്ക് കടന്നു വന്നവർ പിന്നെ വിശ്വാസത്തിൻ്റെ തീനാമ്പുകൾ പകർന്നു പടർത്തുകയായിരുന്നു. കടൽക്കരയുടെ ചെറുപട്ടണമായ വടകരയുടെ ഹൃദയഭാഗത്ത് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവം പൂണ്ട് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു. വിശ്വാസയോഗ്യമായ ഒരു കാലത്തെ വാർത്തെടുത്തുകൊണ്ട് വടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് KLCA യൂണിറ്റിൻ്റെ അംഗങ്ങളാണ് ഞങ്ങൾ. വളരെ സ്തുത്യാർഹമായ പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ നാൾ കൊണ്ട് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയ ചില പ്രവർത്തനങ്ങൾ എന്നുള്ള രൂപത്തിൽ കാരുണ്യത്തിനൊരു കരസ്പർശം എന്ന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജ് മാനന്തവാടി, എമാവൂസ് ഓർഫനേജ്, തോട്ടം മേഖലയിലുള്ള തൊഴിലാളികൾ, ആദിവാസികൾ, ഇവർക്കെല്ലാം ഞങ്ങൾ ആവശ്യ മരുന്നുകളും വസ്ത്രങ്ങളും വിതരണം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അടുത്തയിടെ മഞ്ചേരിയുള്ള ശാലോം മാതാ കോൺവെൻറ്റിൽ അവിടെ ആവശ്യത്തിനുള്ള മരുന്ന് ഞങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നിർധനരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട വസ്ത്രങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം ആർഭാടമായി നടത്തപ്പെടുമ്പോൾ ഒട്ടനവധി ഭക്ഷണങ്ങൾ വെറുതെയാവുകയും അവ കുഴിച്ചുമൂടുകയും ചെയ്യുന്നത് കണ്ട് മനം നൊന്ത് ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. നിങ്ങളുടെ വീടുകളിൽ അവശേഷിക്കുന്ന ഭക്ഷണം ഞങ്ങളെ ഏൽപ്പിക്കുക എന്ന്. അതുപ്രകാരം പല ആളുകൾ ഞങ്ങളെ വിളിക്കുകയും അറിയിക്കുകയും അതനുസരിച്ച് ആ സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം ശേഖരിച്ച് തെരുവിലുള്ള മനുഷ്യർക്ക് ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത് ഞങ്ങളുടെ ഇടവകയിലെ വികാരിയായിട്ടുള്ള സജീവച്ചനാണ്. പാരിഷിൻ്റെ അകമഴിഞ്ഞ സഹകരണവും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ KLCയിലുള്ള ഓരോ അംഗങ്ങളും ഐക്യത്തോടും സ്നേഹത്തോടും കൂട്ടായ്മയോടും കൂടി ഇവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ വിജയമാണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മെ കാത്തു പരിപാലിക്കുന്ന ക്രൂശിതനും ഉദ്ധിതനുമായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അർപ്പിത മരിയ ആലപിക്കുന്ന ഒരു ഗാനം. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും.
ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുവോ മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ. നീ വരും വഴിയിലെ മാമരത്തിൻ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ. തയ്യൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയ എന്നെ പൊതിഞ്ഞിടുമോ. എൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടുമോ. കയ്യെത്താ ദൂരത്തിൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ. കല്ലേറ് ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ. ചിരിക്കാൻ കാരണം ചികയുമ്പോൾ ജീവിക്കാൻ കാരണം തിരയുമ്പോൾ തോളത്തു മയങ്ങിയാൻ മറക്കുമ്പോൾ തോലിയുരിയുമ്പോൾ പഴിക്കുമ്പോൾ നീ ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. കണ്ണീരൊപ്പുവാനും മാറത്തോട് ചേർത്ത് പിടിക്കുവാനും ഒരമ്മയുള്ളത് എത്ര ആശ്വാസകരമാണ്. നമ്മുടെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സന്തോഷങ്ങളിലും ഒരു സ്വർഗീയ അമ്മ നമ്മോടൊപ്പമുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയെ വണങ്ങിക്കൊണ്ട്
നൃത്തച്ചുവടുകളുമായി ജീൻ മരിയ സൈമൺ. താം തക്ക ചൊണ്ണു തക്ക തിമ്മി തക്ക ചൊണ്ണു താങ്കട തക്ക ചൊണ്ണു താങ്കട തക്ക ചൊണ്ണു താങ്കട തക്ക ചൊണ്ണു താങ്കട തക്ക ചൊണ്ണു താം തരി തരിക്കട ദീം തരി തരിക്കട തിക്കു തക്ക തരിക്കട ദീം തരി തരിക്കട ദീം തരി തരിക്കട തിക്കു തക്ക തരിക്കട ദീ താങ്കട തിക്കു തക്ക തരിക്കട ദീം കിട തക്ക ദീ താങ്കട തിക്കു തക്ക തരിക്കട ദീം കിട തക്ക ദീ താങ്കട തിക്കു തക്ക തരിക്കട ദീം താ ദീം കിട തക്ക തരിക്കട തും താ ദീം കിട തക്ക തരിക്കട തും താ ദീം കിട തക്ക തരിക്കട തക്ക താം. അമല മനോഹരി അംബികേ നാഥേ അടിയങ്ങൾ നിൻചാരേ അനുഗ്രഹത്തായേ നിൻവരം ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ, ഈ ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ. മനുജകുലത്തിൻ മാതൃക നീ, യേശുവിനമ്മയായി മധ്യസ്ഥയായി. മനുജകുലത്തിൻ മാതൃക നീ, യേശുവിനമ്മയായി മധ്യസ്ഥയായി. ഇരുളിൽ അലയും ഏഴകൾ ഞങ്ങൾക്ക് കാവൽ വിളക്കായി നീ, എന്നും കാവൽ വിളക്കായി നീ. രീ രീ സനി സരി രീ സനി സരി മരി മ സരി നി സരി. നി സരി മാരി നി നിരി സനി പ മ പ നി സ നി പ മനി പ മരേ. रे म सरि नि सरि नि स प नि म प नि नि सरि म प नि सरि रि म म प नि नि स सरि म रि सरि म नि सरि म रि सरि नि स प नि स नि म प नि प म रि सरि नि स सरि म प नि स सरि म प नि स सरि म प नि स. अमल मनोहरि അംബികേ നാഥേ അടിയങ്ങൾ നിൻചാരേ അനുഗ്രഹത്തായേ നിൻവരം ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ, ഈ ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ. താം തക്ക ചൊണ്ണു തക്ക ദിമ്മി തക്ക ചൊണ്ണു ത ദിം കിണ്ണ തും താം ദിം ത ദിം തരിക്കട തും ത ദിം തരിക്കട തും താം ദിം താങ്കട തക്ക തരിക്കട തും താങ്കട തക്ക തരിക്കട തും താങ്കട തക്ക തരിക്കട തും താം. താം തക്ക ദിമ്മി തക്ക ചൊണ്ണു തക്ക ദിമ്മി ത ദിം ത ദിം ത ദി കിണ്ണ തും താം tatim tatatim tatatim tatakatin natam takikatam kikatam tatam. Tatim takita tadim tarikkana tatam. Dim takita 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 tam. Takatin natam. Takatin natam. Takita tam. Takatam, dinatam, takatim, takajon, takatim, takajon, takatim, takajon, tatim, tatikinapun, tatim, tikatim, tatikatim, tatikinapun, 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 tatim, kitatim, takitatim, tatim, tarikinapun, tatim, tarikinapun, tatim, tarikinapun, tatim, kitatim, takitatim, kidatikitarikinapun, kidatikitarikinapun, kidatikitarikinapun. വിണ്ണിൻ താരമേ വിരിയും മലരേ നീ, മുഴുവനുമഴകല്ലോ പ്രഭയല്ലോ. വിണ്ണിൻ താരമേ വിരിയും മലരേ നീ, മുഴുവനുമഴകല്ലോ പ്രഭയല്ലോ. അഴകിൻ നാഥന് ജന്മം നൽകിയ കന്യാമണി മകുടം നീ, കന്യാ
నిసరి మారిని నిరిసనిప మపని సానిప మని బమరే రేమ సరి నిసరి నీ సపని మపని నిసరి మపని సరి మపని నిస సరి మరి సరి మధ్య సరి మరి సరి నిస పని సన్ని మపని పామారి సరి నిస సరి మపాని సరి మపాని సరి మపాని అమల മനോഹരി അംബികേ നാഥേ അടിയങ്ങൾ നിൻചാരേ അനുഗ്രഹത്തായേ നിൻവരം ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ ഈ ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ ദാവീദിന്റെ പുത്രനായ സോളമൻ ഇസ്രായേലിലെ ജ്ഞാനിയായ രാജാവായിരുന്നു. ഹീബ്രു ഭാഷയിലെ ഷാലോം എന്ന വാക്കിൽ നിന്ന് വരുന്ന ഈ പേരിന് സമാധാനം എന്നാണ് അർത്ഥം. ദാവീദ് രാജാവ് തൻ്റെ മരണസമയത്ത് തൻ്റെ പുത്രനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. സോളമൻ രാജാവിൻ്റെ ധീരതയും ജ്ഞാനവും നമുക്ക് നേരിൽ കാണാം. KCYM അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം. BC 950 ആണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും മോചിതരായതിൻ്റെ 450 വർഷം ദാവീദിൻ്റെ പിൻഗാമിയായ സോളമൻ നീണ്ട 7 വർഷങ്ങൾ കൊണ്ട് ദാവീദ് കർത്താവിന് വേണ്ടി പണിയാൻ ആഗ്രഹിച്ച ദേവാലയവും 13 വർഷങ്ങൾ കൊണ്ട് കൊട്ടാരവും പണിതു. സോളമൻ ചക്രവർത്തി സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി. ദാവീദിൻ്റെ മരണസമയം പുത്രൻ സോളമനെ അരികിൽ വിളിച്ചു ഇപ്രകാരം നിർദ്ദേശിച്ചു: ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകൾ നിറവേറ്റുക. അനന്തരം ദാവീദ് കാലം ചെയ്തു. സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായി. നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു ചക്രവർത്തി സോളമൻ. ചക്രവർത്തി എഴുന്നള്ളുന്നു. ജ്ഞാനിയായ സോളമൻ രാജാവേ, ദാവീദിന്റെ പുത്ര തിരുമനസിനെ സ്വാഗതം. കർത്താവിൻ്റെ ദാസനായ നാഥാൻ, അങ്ങേ സ്വീകരണത്തിന് നന്ദി. പ്രഭോ, ദേവാലയത്തിലെ കെരൂബുകളുടെ ചിറകിനടിയിൽ അതിവിശുദ്ധമായ സ്ഥലത്ത് അങ്ങയുടെ വാഗ്ദാന പേടകം പ്രതിഷ്ഠിച്ചത് അത്യധികം നയനമനോഹരമായിരുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ് പുരോഹിത. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അങ്ങയുടെ പിതാക്കന്മാരുടെ കൂടെ എന്നതുപോലെ നമ്മോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ചക്രവർത്തി നീണാൾ വാഴട്ടെ. അറേബ്യൻ രാജ്ഞിയും പരിവാരങ്ങളും അങ്ങേ മുഖം കാണിക്കുവാൻ നിൽക്കുന്നു. എഴുന്നള്ളട്ടെ. ഞാൻ തെക്കേ അറേബ്യയിലെ സുൽത്താന ഷേബ. വിജ്ഞാനത്തിന് കീർത്തിപ്പെട്ട സുൽത്താന ഷേബ റാണിക്ക് സോളമൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ആഗമനോദ്ദേശം അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ധാരാളം കേട്ടറിഞ്ഞു. അതൊന്ന് നേരിൽ പരീക്ഷിക്കാനായി വന്നതാണ്. ഭവതിയുടെ മുഖം ദർശിക്കാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു. തീർച്ചയായും. പക്ഷേ അങ്ങ് ക്ഷമിച്ചാലും അതിനു മുമ്പായി എൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. വാഴ്മൊഴി ചൊരിയട്ടെ, മുത്തുകൾ കൊഴിയട്ടെ. അങ്ങയുടെ വിജ്ഞാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും രഹസ്യം? യഹോവ
യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് ഞാൻ വഴി നടക്കുന്നു. യഹോവ അദ്ദേഹം എന്തു ചെയ്യുന്നു? അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ് യഹോവ. എന്നെയും എൻ്റെ കർത്താവ് വഴി നടത്തുന്നു. അബ്രഹാം അതാരാണ്? അബ്രഹാം ഞങ്ങളുടെ പൂർവ്വ പിതാവാണ്. അദ്ദേഹത്തിന്റെ വാസസ്ഥലം ദക്ഷിണ മെസ്സപ്പെട്ടോമിയയിലെ ഊർ എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ കാലി വളർത്തൽ. കേവലം ഒരു കന്നുകാലി വളർത്തുകാരനാണോ അങ്ങയുടെ പൂർവ്വപിതാമഹൻ? അദ്ദേഹം മാത്രമല്ല, സ്വർഗീയനായ ഞങ്ങളുടെ വത്സല പിതാവ് ദാവീദ് ചക്രവർത്തിയും കേവലം ഒരാട്ടിടയനായിരുന്നു. ഓഹോ, പിന്നെ എങ്ങനെ ചക്രവർത്തിയായി? 15-ാം വയസ്സിൽ ഇസ്രായേൽക്കാരെ ആക്രമിച്ച ഗോലിയാത്ത് എന്ന മല്ലനെ ദന്തയുദ്ധത്തിൽ എൻ്റെ പിതാവ് തോൽപ്പിച്ചത് ശക്തി കൊണ്ട് മാത്രമായിരുന്നില്ല, യഹോവയുടെ നിശ്ചയവും അതായിരുന്നു. ഇനി ഒരു ചോദ്യം. മണ്ണിലും വിണ്ണിലും കിട്ടാത്ത ജലം എവിടെ കിട്ടും? ഭവതിക്ക് നേരിൽ ദർശിക്കാം. ആരെവിടെ? കൽപ്പിച്ചാലും പ്രഭു. മല്ലയുദ്ധവീരനായ മിഖായേലിനെ ഒരു യോജനയ്ക്കുള്ളിൽ 2 തവണ ഈ കൊട്ടാരം പ്രദക്ഷിണം വെച്ച് പെട്ടെന്ന് തന്നെ ആഗതനാക്കൂ. കൽപ്പന പോലെ പ്രഭു. ഭവതിക്ക് അല്പസമയം ഉള്ളം നിറയ്ക്കാം. നൃത്തകേളികളിൽ തൃക്കൺ പാർത്ത് ഭോജനപാനീയങ്ങളിൽ മുഴുകിയാലും. ആരെവിടെ? കൊട്ടാരം നർത്തികമാരെ ഉടൻ സദസ്സിൽ ഹാജരാക്കൂ. പൂച്ചെണ്ടുകളിൽ ഒന്ന് യഥാർത്ഥവും ഒന്ന് വ്യാജവുമാണ്. അത് ഏതൊക്കെയാണെന്ന് പറയുക. ഭവതിയുടെ വലത് കൈയിലുള്ള പൂവാണ് യാഥാർത്ഥ്യം. സത്യമാണ് അങ്ങ് പറഞ്ഞത്. ചക്രവർത്തി നീണാൾ വാഴട്ടെ. എന്താണ് കാര്യം? അങ്ങേ നേരിൽ ദർശിച്ച് സങ്കടം ബോധിപ്പിക്കാനായി 2 സ്ത്രീകൾ അനുമതി കാത്ത് വെളിയിൽ നിൽക്കുന്നു. അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കൂ. പ്രഭോ, മല്ലയുദ്ധ വീരനായ മിഖായേലിനെ അങ്ങ് പറഞ്ഞതിൽ പ്രകാരം 2 തവണ കൊട്ടാരം പ്രദക്ഷിണം വെച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഭവതി ദർശിച്ചാലും മല്ലയുദ്ധ വീരന്റെ ദേഹത്ത് കാണുന്ന ഈ വിയർപ്പ് തുള്ളികളാണ് മണ്ണിലും വിണ്ണിലും ഉത്ഭവിക്കാത്ത ജലം. എന്താണ് പരാതി? ഞാൻ ദിയ, ഇവൾ സിയ. ഞങ്ങൾ 2 പേരും ഒന്നിച്ചു കഴിയുന്നു. കഴിഞ്ഞോളൂ. ആർക്ക് വിരോധം? ഞങ്ങൾ 2 പേരും ഒരേ ദിവസമാണ് പ്രസവിച്ചത്. ഇവളുടെ കുഞ്ഞ് മരിച്ചു. ഇതെന്റെ കുഞ്ഞാണ്. ഈ കുഞ്ഞ് എന്റേതാണ് പ്രഭു. തിരുമനസേ, അവൾ കള്ളമാണ് പറയുന്നത്. സിയ പറയട്ടെ. പ്രഭു, ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ ഇവളുടെ കുഞ്ഞ് ഇവളുടെ നെഞ്ചിനിടയിൽപ്പെട്ടും ശ്വാസം മുട്ടി മരിച്ചു. അല്ല, അവളുടെ കുഞ്ഞാണ് മരിച്ചത്. നിർത്തൂ നിന്റെ ജൽപ്പനകൾ. അവൾ സിയ വിശദീകരിക്കട്ടെ. പ്രഭു, രാത്രിയിൽ അവളുടെ കുഞ്ഞ് മരിച്ചു.
പുലർക്കാലമാകുമ്പോഴാണ് അവൾ അതറിഞ്ഞത്. ഞാൻ ഉണരും മുൻപ് അവൾ എന്റെ കുഞ്ഞിനെ എടുത്തു മാറ്റി അവളുടെ കുഞ്ഞിനെ എന്റെ അരികിൽ കിടത്തി. ഒന്നും അറിയാത്തതുപോലെ വീണ്ടും കിടന്നു. ഞാൻ ഉണർന്നപ്പോൾ കാണുന്നത് ഈ കാഴ്ചയാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരാൻ തിരുമനസ് ദയവ് കാണിച്ചാലും. ഒരിക്കൽ കൂടി നാം ചോദിക്കുന്നു, ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ ആരുടേതാണ്? ഈ കുഞ്ഞ് എന്റേതാണ്. എങ്കിൽ നാം ഈ കുഞ്ഞിനെ രണ്ടായി മുറിച്ചു തരാം. എന്തു പറയുന്നു? എനിക്ക് സമ്മതമാണ് പ്രഭു. ആരെവിടെ? കൽപ്പിച്ചാലും പ്രഭു. കുഞ്ഞിനെ ഈ പീഠത്തിൽ കിടത്തൂ. ഇതാ നാം കുഞ്ഞിനെ രണ്ടായി ഛേദിക്കാൻ പോകുന്നു. അരുത് പ്രഭു, അരുത്. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. അവനെ ഇവൾക്ക് തന്നെ കൊടുത്തോളൂ. അവൻ വളരുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. സത്യത്തിൽ ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ശരിയാണ് നാഥാൻ പ്രവാചക. ആരെവിടെ? പ്രഭു, ഈ കുഞ്ഞിനെ സിയയ്ക്ക് നൽകുക. സ്വന്തം കുഞ്ഞിനെ രണ്ടായി ഛേദിക്കാൻ മനസ്സ് കാണിച്ച ഈ ദുഷ്ടസ്ത്രീയായ ദിയയെ ജീവിതകാലം മുഴുവൻ തടവറയിൽ അടയ്ക്കൂ. കൽപ്പന പോലെ പ്രഭു. പ്രഭു, അങ്ങയുടെ മഹത്വവും ജ്ഞാനവും ഞാൻ അറിഞ്ഞതിലും എത്രയോ വലുതാണ്. ശരിയാണ് സുൽത്താന. ദൈവം സോളമനെ അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാല ഹൃദയവും നൽകിയിട്ടുണ്ട്. പ്രഭു, അങ്ങയുടെ രാജ്യവും ഞങ്ങളുടെ രാജ്യവുമായി ഇന്നു മുതൽ നല്ല സൗഹൃദമായി തുടരുവാൻ മനസ്സു കാണിക്കണം. തീർച്ചയായും മഹാറാണി. പ്രഭു, അങ്ങയുടെ ആഗ്രഹപ്രകാരം ഇതാ ഞാൻ എന്റെ മുഖാവരണം മാറ്റുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ. അതിൽ പ്രസാദിച്ച ഇസ്രായേലിന്റെ രാജാസനത്തിൽ അങ്ങ് ഇരുത്തിയ അവരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ചക്രവർത്തി നീനാൾ വാഴട്ടെ. ചക്രവർത്തി നീനാൾ വാഴട്ടെ. ചക്രവർത്തി നീനാൾ വാഴട്ടെ. ചക്രവർത്തി നീനാൾ വാഴട്ടെ. ചക്രവർത്തി നീനാൾ വാഴട്ടെ.